എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ അങ്കിളുടെ ആദ്യം സ്ഥലം കണ്ടപ്പോ ഞാൻ പേടിച്ച് എനിക്ക് ഷോക്കായി പോയി. എന്നിട്ട് അങ്കിളിന് പറയാ അമ്പലം ചെറുതാണ് പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്. എനിക്കത് പേടിയെത്തി. അങ്ങനെ സംഭവിച്ചു മോളെ. ആദ്യമായിട്ട് ഇങ്ങനെ 16 വയസ്സുകാരാണ് പെൺകുട്ടി. ആദ്യമായിട്ട് കാണുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു മോളെ. മോളെ പറയണത് അപ്പൊ എനിക്ക് അന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ റൂം ഒഴിപ്പിച്ചതാണ്. പിന്നെ ജസ്റ്റിൽ എന്നോട് ട്രെയിനിൽ വെച്ച് ചോദിച്ചില്ലേ ആന്റിക്ക് തോന്നണുണ്ടോ അന്ന് ആ റൂം ഒഴിഞ്ഞു എന്ന് ആന്റിക്ക് തോന്നണുണ്ടോന്ന് ജസ്റ്റിൽ എന്നോട് ട്രെയിനിൽ വെച്ച് ചോദിച്ചില്ലേ. അതിനു മുമ്പും ഒരു സംഭവം ഉണ്ടായി. അത് അങ്കിള് ജസ്റ്റിനോട് വിളിച്ച് പറഞ്ഞു എന്ന് ബെനിച്ചേട്ടൻ പറഞ്ഞു എന്നോട്. മറ്റേ ലോഡ്ജിന്റെ ഉടമ ഞങ്ങളെ തടുത്തു നിർത്തി പറഞ്ഞ കാര്യം. ഞാൻ ലോഡ്ജിൽ ബെനിച്ചേട്ടനോട് അങ്ങനെ പറഞ്ഞെന്ന്. ബെനിച്ചേട്ടനൊക്കെ ലോഡ്ജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായതിനെയാണ് ആളവിടെ രണ്ടാമത് വീടെടുത്തത്, റൂം എടുത്തത്. പകല് മാത്രം ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, യൂണിഫോം ഇട്ടൊരു കുട്ടിയെ കൊണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജസ്ലിൻ അവിടെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഞാൻ 2 പ്രാവശ്യമുള്ളൂ. 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷെ 2 പ്രാവശ്യമുള്ളൂ. ഒരാഴ്ച ഞാൻ നെറ്റും ഫോട്ടോയും കാണാൻ വേണ്ടി വിളിച്ചു. ഒരാഴ്ച എന്റെ റൂം കാണിക്കാൻ വേണ്ടി വിളിച്ചു. അല്ല അപ്പൊ അവര് പറഞ്ഞതെന്ന് പറയാമോ? അവര് പറഞ്ഞത് ബെനിച്ചേട്ടൻ പറയണേ, അവര് പറഞ്ഞു മിക്കവാറും വെള്ളി ശനി ഞായർ ദിവസങ്ങളില്, പിന്നെ ഹോളിഡേയ്സില് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളില് യൂണിഫോം ഇട്ട് ബാഗ് സൈഡിൽ തൂക്കിയ ഒരു കുട്ടിയെ പല ദിവസങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാ അവര് പറഞ്ഞേ. അപ്പൊ അപ്പൊ എന്നാ വേറെ ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെ കൂടുതൽ പ്രാവശ്യം ഞാൻ പോയിട്ടില്ല. എന്നാ പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കണം. എന്നാ പിന്നെ ഞാൻ അവിടെ 2 പ്രാവശ്യമായിരുന്നു കൂടുതൽ പോയിട്ടുള്ളൂ. അല്ലാണ്ട് കൂടുതലൊന്നും പോയിട്ടില്ല. അപ്പൊ പ്രാവശ്യം ഫസ്റ്റ് അവിടെ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോ ഷോക്ക് ഉണ്ടായിരുന്നപ്പോ ഞാൻ പിന്നെ അന്ന് വിളിക്കുമ്പോ ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പ്രാവശ്യം പറഞ്ഞ ആന്റിയുടെ എനിക്ക് ലെറ്റർ ഫോട്ടോസ് കൊണ്ടിട്ടുണ്ട്, അതിനെ കാണിച്ചില്ലാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാണ്ട് കൂട്ടൊന്നും ഇല്ല. ഞാൻ പറയട്ടെ, ആന്റിയോട് നീ ജസ്റ്റിൻ തുറന്നു പറയോ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം ഒന്ന് തുറന്നു പറയോ ആന്റിയോട്? ചോദിച്ചു കുഴപ്പമില്ല. ചോദിച്ചു കുഴപ്പമില്ല. അറിയുന്ന അവിടെ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിച്ചെന്നോ? അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഇന്ന വഴിക്കോടെ വന്നത് ഞങ്ങൾ ബാക്കിക്കൂടെ വന്നു. അങ്ങനെ ബാക്കിക്കൂടെ വന്നിട്ട് എന്നെ റൂമിലാണ് കയറ്റി അങ്ങനെ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് എനിക്ക് ഇരുപത്തില്ല. അപ്പൊ ഞാൻ കുതിര മാറിപ്പോ അങ്ങനെ പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കുന്നു. അതേപോലെ അവന് പറഞ്ഞു അവളെന്താ ഇങ്ങനെ ചെയ്തേ, എന്നെ ചീറ്റിംഗ് ആണല്ലോ ചെയ്തേ എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യമുണ്ട്. 2-3 പ്രാവശ്യമുണ്ട്. എന്നിട്ട് ചീറ്റിംഗ് ആണ് എന്ന് ചെയ്തു. അപ്പൊ ഇപ്പൊ ചോദിച്ചു പറയുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്തിനാ അങ്കിൾ എന്നോട് കൊന്ന്, ഞാൻ താമസിച്ച ആ റൂമൊക്കെ നിനക്ക് കാണണ്ട, അതിന് വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ കുറെ പറഞ്ഞ് അടുത്ത ദിവസം പോയി. അടുത്ത ദിവസം ഒന്നും ചെയ്തില്ല. അടുത്ത ദിവസം പോയി. ഞങ്ങൾ അവിടെ കൂടി കഴിഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതൽ മാക്സിമം അവിടെ നിന്നില്ല. അപ്പൊ പോയിരുന്നു. പിന്നെ ഞങ്ങൾ എന്നെ കൊണ്ടുപോയപ്പോ അതിനിടയ്ക്ക് എന്നെ ഇങ്ങനെ കുറെ ഫോൺ ചെയ്ത് ഒരാഴ്ച പോയിട്ട് പിന്നെ ആഴ്ചയിൽ 2-3 ആഴ്ച കൂടുമ്പോ പോകുള്ളൂ. അപ്പൊ എന്നെ ഫോൺ ചെയ്ത് അന്ന് മറ്റേ അങ്കിളും മോളും കൂടെ പോയിട്ടായിരുന്നു. പിന്നെ ലൈൻ ഗേൾസ് പോലെയാക്കി, കാമുകിയ അംഗമായ പോലെയാക്കി. അങ്ങനെ അവിടെ എന്നെ അവിടെ കൊണ്ടുപോയി ചെന്നപ്പം അവളവിടെ കൊണ്ടു ചെന്നപ്പം അന്നിങ്ങനെ എന്താ പറയാ, എനിക്ക് പറയാം. അല്ല മോൾ പറഞ്ഞോ, ആന്റിയോട് പറഞ്ഞോ? എനിക്ക് മോൾ പറയേ, ആന്റിയോട് പറഞ്ഞോ? ആന്റിയെ ചേച്ചിയെ പോലെ കണ്ടിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പപ്പയുടെ സ്വന്തം പെങ്ങളെ പോലെ കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ആന്റിയോട് മാക്സിമം പറഞ്ഞ അങ്കിളുടെ വൈഫിനോടാണ് പറയുന്നത്. അത് കുഴപ്പമില്ല. ഇപ്പൊ ആന്റിക്ക് അങ്കിളുമായിട്ട് ഒരു ബന്ധമില്ല എന്റെ കുട്ടി. മോൾ പറയും ആന്റിയുടെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞോ. എന്നോട് പെങ്ങളോട് പറയാൻ പറഞ്ഞോ. അങ്ങനെ കയറി പിടിച്ചപ്പം പിന്നെ അങ്ങള് അവിടെ കട്ടിലും ബെഡും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബെഡും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ സൈഡിലിരിക്കായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞോ, ആന്റിയോട് പറയേ. ആന്റിക്ക് എന്റെ കുട്ടീനെ പിടിച്ച് കിടത്തിയോ? എന്നെ പിടിച്ച് കിടത്തുന്നില്ല. അങ്ങളുടെ സുഖത്തിന് വേണ്ടി എന്നെ കൊണ്ട് കുറെ ജീവിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ജസ്ലിന്റെ ഡ്രസ്സൊക്കെ ഊരിയോ? ഇല്ലില്ല. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്കിളുടെ സുഖത്തിന് വേണ്ടി അങ്ങനെ എന്നെ കൊണ്ട് കൈ പിടിച്ച്
പിന്നെ എന്റെ മേത്തോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മറ്റേ ആന്റി പറഞ്ഞ സാധനം യൂസ് ചെയ്തു. അതിനെ കാണിച്ചു തന്നു എങ്ങനെയാന്നൊക്കെ. ഞാനൊന്നും കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടില്ലെന്ന് സാറിന് അറിയാത്ത സാധനമൊക്കെയാണ്. അത്രയും മാത്രമല്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റിനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ 100% ആന്റിക്ക് ആന്റിയാണ്. ആദ്യം പലപ്പോഴും ചോദിക്കാറില്ലേ എന്താ ഞങ്ങള് വരുമ്പോൾ ജസ്റ്റ് പോകാൻ ഇതാണ് എനിക്ക് വെറുപ്പായിരുന്നത്. അതുകൊണ്ട് വെറുപ്പ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകും. എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, എനിക്ക് പോകാൻ കാണാൻ ഇഷ്ടമല്ല. കാരണം എന്നെ ചതിച്ചൊരു മനുഷ്യൻ എന്റെ കാലത്ത് അങ്ങേരത്തെ കോച്ചിങ്ങിൽ ആത്മാർത്ഥം മനുഷ്യനാണെങ്കിൽ അങ്ങനെ അങ്ങയുടെ ഭാര്യനും കോച്ചിനെ ഉപേക്ഷിക്കില്ലായിരുന്നു. കോച്ചിനെ മറന്നിട്ട് ഇങ്ങനെ പെണ്ണിന്റെ കൂടെ ഇങ്ങനെ പെൺകൊച്ചി ഒരു നിസ്സാര 16 വയസ്സൊരു പെൺകൊച്ചിനെ ഇങ്ങനെ ആക്കി അതിന്റെ കൂടെ ഇങ്ങനെ നടക്കില്ലായിരുന്നു ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറയട്ടെ ജസ്റ്റിൻ, ഞാൻ ഒരു കാര്യം, നിങ്ങൾ എന്നാ ഈ ബന്ധമൊക്കെ തുടങ്ങി? അത് മമ്മി അവിടെ പൂച്ചി പോയി തുടങ്ങിയേക്കുന്നത് പോയതിനു ശേഷം. അപ്പൊ അതെന്നായിരിക്കും? ഈ 2002-ലാണത്? അതെനിക്കറിയില്ല. ഞാൻ എനിക്ക് 16 വയസ്സ് കഴിയാറായിരുന്നു. +1 അല്ല, ഞാൻ ഡെലിവറി ആവണേക്കൊക്കെ മുന്നാണോ? അല്ലല്ല, കൊച്ചിലായപ്പോ മോന് 2 വയസ്സായപ്പോ. മോന് 2 വയസ്സായപ്പോഴല്ല, അതിന് മുമ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് മോന് 1.5 വയസ്സായപ്പോഴാണ് ഞാൻ വെക്കേഷൻ വന്നത്. ഞാൻ 2002 ജൂലൈയിൽ വെക്കേഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ എനിക്കറിയില്ല. ഞാൻ +1 കഴിയാറായപ്പോഴാണ് എനിക്ക് തന്നത്. അതായത് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുന്നത് സ്റ്റാർട്ടിങ്. +1 എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ +2 ആന്റി ഒരു കാര്യം ചോദിക്കട്ടെ? ശരിയാണ് ജസ്റ്റിൻ പറഞ്ഞത്, ശരിയാ. മനുഷ്യനെ ആഗ്രഹിക്കില്ല സ്വന്തം പെൺകുട്ടി പരിശുദ്ധിയായിരിക്കണത്. എല്ലാവരും ആഗ്രഹിക്കും. ഇതെന്റെ ശരീരത്തിൽ ഞാനത് മനസ്സിലുണ്ട്. 16 വയസ്സിൽ എന്റെ പപ്പ പോലെ എന്റെ കഴിവുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ കാപ്പുട്ടിയായ സ്നേഹം ഞാൻ കണ്ടപ്പോ എന്റെ മമ്മി എനിക്ക് എനിക്ക് പീഡാവും. എനിക്ക് നല്ല വയറ്റുവേദനയുണ്ട്. വയറ്റുവേദന എനിക്ക് നല്ല വരികയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ആ എക്സാമിന് +1 കയറിയപ്പോ എനിക്ക് പീരീഡ് ആയത്. അപ്പോഴാണ് എനിക്ക് നല്ല വയറ്റുവേദന. എന്റെ മമ്മിയോട് ഞാനൊന്ന് ചെയ്തിരുന്ന എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മമ്മിയോട് പറഞ്ഞു നിന്റെ ഹോസ്പിറ്റലിൽ എനിക്ക് നാണക്കേടാണ്, വയറുവേദന എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ നാണക്കേടാണെന്ന്. അതറിയോ? അങ്ങനെ പറഞ്ഞ ഏതൊക്കെ അമ്മമാരുണ്ടോ എനിക്കറിയില്ല. എന്റെ അമ്മ എന്റെ എങ്ങനെയായി പോയി. മക്കള് 3 പേരും ഒരുപോലെ കാര്യം ചെറുപ്പം മുതൽ എന്നെ വേർതിരിച്ചാണ്ടി കണ്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ആളുകളുടെ കൊച്ചാന്ന് എനിക്ക് തോന്നുന്നു. ചില ഞാൻ ഉള്ളത് ഞാൻ മമ്മയുടെ മുമ്പിൽ തന്നെ കൊച്ചാണെന്ന് വേറെ ആളുകളുടെയാണോ അതുപോലെ അമ്മേനെ എന്ന് പറയാൻ വേർതിരിച്ചില്ല. ആ വേർതിരിവിന്റെ ഉള്ളിലേക്ക് കൂടെ കിടന്ന് ഞാനിങ്ങനെ വളർന്നിട്ട് എനിക്ക് ഇങ്ങനെ അങ്കിളിങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഒരു പുരുഷനോട് സംസാരിക്കുന്നത് അതൊക്കെ ഞാൻ എനിക്കറിയൂ. ആദ്യമായിട്ട് ഞാൻ അങ്കിളുടെ അടുത്ത് ഇങ്ങനെ അങ്കിളല്ല ആദ്യമായിട്ട് ഒരു പുരുഷനടുത്ത് അങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത്. അങ്കിളെ പരമാവധി പിഴിഞ്ഞെടുത്തില്ല ആന്റി. ഇത്രയും നാളും മനസ്സ് വിങ്ങായിരുന്നു 5-6 വർഷമായിട്ട്. ഇപ്പോഴൊക്കെ തോന്നാവത്ത് എന്തൊരു ആശ്വാസം എന്ന് പറയോ. ഞാൻ എന്റെ കുട്ടി നിനക്ക് ആ ട്രെയിനിൽ വെച്ച് ആന്റിയോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറയായിരുന്നില്ലേ? പറഞ്ഞ എനിക്ക് പേടിയാ. എന്തൊക്കെ റിയാക്ഷൻ എനിക്ക് പേടിയാ. എന്റെ പപ്പയോട് പറയാൻ പറ്റില്ല. എനിക്ക് ആ കൂടി പേടിക്കണ്ട, ഞാൻ കുറ്റം പറയാനൊന്നും